ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നോമ്പ് കാലത്തിൽ കൂടി നാം കടന്നു പോകുന്നു. നോമ്പ് എന്നത് ഒരു വിശുദ്ധീകരണത്തിന്റെ കാലമാണ്. ആത്മീയ ജീവിതത്തെ ശോധന ചെയ്യാനും നമ്മുടെ അതിർവരമ്പുകളെ സ്വയം മനസ്സിലാക്കാനും വിശുദ്ധിയുടെ ചുവരുകളെ ഭദ്രമാക്കാനുമുള്ള കാലം. ഇന്ന് ഈ നോമ്പ് 4-ാം ദിനത്തിൽ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള തിരുവചന വാക്യങ്ങളാണ്. അഗസ്റ്റസ് കൈസറുടെ ബഹുമാനാർത്ഥം പണികഴിപ്പിച്ചിട്ടുള്ള കൈസരിയ ഫിലിപ്പിയ എന്ന പട്ടണത്തിന്റെ പ്രാന്തപ്രദേശത്ത് എവിടെയോ വെച്ച് യേശു ശിഷ്യന്മാരോട് അതിപ്രധാനമായ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒന്നാമതായി, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാർ ഒരുത്തനോ എന്നും പറയുന്നു എന്ന ശിഷ്യന്മാർ ഉത്തരം പറഞ്ഞു. ഈ 3 പ്രതികരണങ്ങളിൽ നിന്നും യേശു യഥാർത്ഥമായി ആരാണ് എന്ന് ഗ്രഹിക്കുവാൻ അന്നത്തെ ജനങ്ങൾക്കും നേതാക്കന്മാർക്കും കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അതിന് പത്രോസ് നൽകുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശുവിന്റെ ആളത്വത്തെക്കുറിച്ച് ആശയക്കുഴപ്പങ്ങളും തർക്കങ്ങളും ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ യേശു ആരാണെന്നതിന് പത്രോസ് വ്യക്തമായ ഉത്തരം നൽകുന്നു. ഇന്നും യേശുവിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. യേശു കർത്താവ് ആരാണെന്നതിന് വ്യക്തമായ ഉത്തരം നൽകുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ക്രിസ്തു യേശുവിനെ മനസ്സിലാക്കാനും അറിയുവാനും നമുക്ക് കഴിയണം. യേശുവിനെ കുറിച്ച് നമ്മൾ കണ്ടും കേട്ടും വായിച്ചും പഠിച്ചുമൊക്കെ വളരെ അറിവ് നേടിയിട്ടുണ്ട്. എന്നാൽ ആ ഒരു തലത്തിൽ നിന്ന് യേശുവുമായുള്ള ആഴമായ ബന്ധത്തിലേക്ക് വളർന്നാൽ മാത്രമേ യേശുവിനെ അറിയുക എന്നതിന് പ്രസക്തിയുള്ളൂ. യേശു ആര് എന്ന ചോദ്യത്തിന് മറുപടിയായി നാം ആഴമായി അറിഞ്ഞ കർത്താവിനെ ഉറക്കെ സാക്ഷിക്കുവാൻ സാധിക്കണം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 32-ാം വാക്യത്തിൽ, ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു എന്ന് പത്രോസ് അപ്പോസ്തലൻ സാക്ഷിക്കുന്നു. വാക്കുകൾക്കപ്പുറമായി നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ വരച്ചു കാട്ടുവാൻ നമുക്ക് സാധിക്കണം. നമ്മെ കേൾക്കുന്നവർ, കാണുന്നവർ നമ്മളിലൂടെ യേശുവിനെ അറിയണം. എന്നാൽ മാത്രമേ ഈ നോമ്പ് കൊണ്ട് അർത്ഥമുണ്ടാകുകയുള്ളൂ. നമ്മുടെ വാക്കുകളിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ, നമ്മുടെ പ്രവൃത്തികളിലൂടെ കർത്താവിനെ വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. കർത്താവ് ആര് എന്ന ചോദ്യത്തിന് അറിവിന്റെ തലത്തിൽ നിന്ന് ശിഷ്യന്മാർ ഉത്തരം നൽകിയപ്പോൾ അനുഭവത്തിന്റെ തലത്തിൽ നിന്ന് പത്രോസ് ഉത്തരം നൽകുന്നു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന അനുഭവ തലത്തിലേക്ക് വളരുവാൻ ഈ നോമ്പിലൂടെ നമുക്ക് സാധിക്കണം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.